ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് റൊട്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം തന്നെ പുറത്തൊക്കെ പോയിട്ട് നല്ല ക്ലൈമറ്റാണല്ലോ, ഡിസംബർ ആയതുകൊണ്ട് നല്ല കൂളിംഗ് ആയിട്ടും എല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ട് പുറത്തിരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം മൈൻഡൊക്കെ റിലാക്സ് ആക്കാമല്ലോ. അങ്ങനെ പുറത്തിരുന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ ചേച്ചി വന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി സ്കൂൾ പൂട്ടല്ലേ ഇന്ന്, പൂട്ടി കഴിഞ്ഞാൽ കുട്ടികളെ കളിയൊക്കെ എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ മോനെ ഒന്ന് SLC അപ്പോൾ മോനിക്ക് ലീവൊക്കെ ഉണ്ടോയെന്ന് നമ്മളിങ്ങനെ ചോദിക്കുക. അപ്പോൾ ട്യൂഷൻ പോകുന്ന അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇനി വർത്തമാനം പറഞ്ഞ് നിന്നാലേ സമയമായില്ല. കുട്ടികളൊക്കെ വരുന്ന മുമ്പേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കണം. അപ്പം മദ്രസ പോയിട്ടാണുള്ള. അപ്പോൾ ഇളയ മോൻ ഉറങ്ങുക. അപ്പം ഞാൻ വേഗം അങ്ങ് അടുക്കളയിൽ കയറി. ആദ്യം തന്നെ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ടുള്ള എൻ്റെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ട് ഇത് കുടിച്ചിട്ട് കുറച്ച് എന്തോ ഒരു മാറ്റങ്ങളില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയായിട്ട് എനിക്ക് കുറച്ച് നീരൊക്കെ വരുന്നുണ്ടായിരുന്നു. അതപ്പോൾ ഇതെല്ലാം ഒന്ന് കുറഞ്ഞ് കിട്ടുന്നുണ്ടേ. അപ്പോൾ അടുത്ത് ഇന്ന് പൂരിയോ ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ അതിനുള്ള ഉള്ളിയൊക്കെ എടുത്തിട്ട് വന്ന് അപ്പം അതിൻ്റെ വെള്ളം അങ്ങ് തിളച്ച് ഗൈസ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അടുത്തല്ലേ മുളക് പൊടിയും ചെമ്മീനൊക്കെ ആദ്യം തന്നെ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മസാല രാവിലെ തന്നെ അത് പണിയെടുക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ മുളക് പൊടി, മഞ്ഞളിൻ്റെ പൊടി, ഉപ്പ്, അങ്ങനെ ഉപ്പെല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. അപ്പോൾ ഈ മസാല ഉള്ള ബോക്സ് ഇല്ലേ, അത് ഞാൻ മീഷോന്ന് വാങ്ങിയത്. അങ്ങനെ നല്ല അഫോർഡബിളായിട്ട് ചെറിയ പൈസയാണ്. അപ്പോൾ ഞാൻ 2 ഓഫറായിട്ടുള്ള സമയത്ത് വാങ്ങിയതാണ്. അപ്പം നന്നായിട്ട് മിക്സ് ആക്കി. അപ്പോൾ നമ്മൾ ഇനി ചട്ടി വെക്കണമല്ലോ. ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കാൻ, പൊരിച്ച് വരാൻ കുറച്ച് ഓയിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് മൂടി വെക്കാം. അങ്ങനെ അതൊന്ന് വേകുന്ന സമയത്ത് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാം. ഉള്ളി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അതൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രൈ ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അന്ന് വാഷ് ചെയ്ത് അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ എല്ലാം കൂടി ഒപ്പരം ആകുന്നേരം തിരക്കിൻ്റെ ഇടയിൽ ആവില്ലല്ലോ. അങ്ങനെ ഉള്ളിയൊക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതൊക്കെ വേഗം കട്ട് ചെയ്തു. അങ്ങനെ എന്താ ചെയ്തെന്ന് അടുത്ത് തക്കാളി, പച്ചമുളകൊക്കെ എല്ലാം വേണമല്ലോ. അപ്പോൾ ഇതൊന്ന് വാടാനിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ചെമ്മീൻ അങ്ങ് പൊരിഞ്ഞ് വന്നു. ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടില്ല. എന്താണെന്ന് വെച്ചാലേ അത് ഒപ്പരം തന്നെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്തായാലും ഫ്രൈ ആകുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ കൂടി മോൻ എണീച്ചിട്ട് വന്ന് എല്ലും ഉണ്ടില്ല, അതുണ്ടായിരുന്നു. അതൊന്ന് കഴിക്കുന്ന അതിൻ്റെ ഇടയിൽ കൂടി ഓരോരോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മോനിക്ക് സ്കൂളിൽ ക്രിസ്മസ് പരിപാടിയൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഇന്ന് സ്കൂൾ പൂട്ടുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചതക്കിയെടുത്തു. എന്നിട്ട് തക്കാളി ഒന്ന് ജ്യൂസ് പോലെ ആക്കിയിട്ടാണ് ഒഴിക്കുന്നത്. എന്താ വെച്ചാൽ കുറച്ച് ടേസ്റ്റൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചാൽ. അതിൻ്റെ ഇടയിൽ എൻ്റെ മോർണിംഗ് ഡ്രിങ്കൊക്കെ റെഡിയായി. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നമുക്കൊന്ന് എനർജിയൊക്കെ വേണമല്ലോ. അങ്ങനെ അതൊക്കെ കുടിച്ച് ഇനി പൂരിയിലെ മാവൊക്കെ കുഴക്കണം, പൊടിയൊക്കെ കുഴക്കണമല്ലോ. അപ്പോൾ അതിനെല്ലാം ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നത്. അപ്പോൾ അല്ലേ എനിക്ക് ആദ്യം ഇവിടെ വന്ന സമയത്ത് പൂരി ഒന്നും ചുടാൻ അറിയില്ല ഗൈസ്, പരുത്താൻ അറിയില്ല. ശരിക്കും ആ റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഓക്കെ ആയി. എപ്പോഴും എല്ലാം പഠിച്ചാണല്ലോ വരുന്നത്. അങ്ങനെ പൊടിയൊക്കെ കുഴച്ചു. ഇനി അടുത്ത് പൂരിക്കുള്ള ബോൾസൊക്കെ ആക്കിയിട്ട് ഇനി പരുത്തണം. അപ്പോൾ ഈ കട്ടിംഗ് ബോർഡിനെ മീഷോന്ന് വാങ്ങിയതാണേ. നല്ല കട്ടിംഗ് ബോർഡാണ്. ഇതിൽ തന്നെ പരുത്താമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. അങ്ങനെ അത് അത്ര പറ്റിയില്ല.
പൂരിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് ചപ്പാത്തിയാണ് ഗൈസ്. പൂരി എപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നോ എൻ്റെ സുണീറിന് വേറെ തന്നെ വെക്കണം ചപ്പാത്തി. പിന്നെ എനിക്കും ചപ്പാത്തിയാണ് ഇഷ്ടം, അതുകൊണ്ട് നമ്മൾ രണ്ടാളും ചപ്പാത്തി ആക്കി. അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ടു. ചായ വെച്ചു, ചായയൊക്കെ റെഡിയായി. ഇനി ഇപ്പോൾ നമുക്ക് മോനെ ഒന്ന് ഓട്ടോ കയറ്റിയിട്ട് സമയമായി ഗൈസ്. അപ്പോൾ ഇന്ന് ക്രിസ്മസിൻ്റെ പരിപാടി ആയതുകൊണ്ട് ഇന്ന് ഇങ്ങനത്തെ റെഡ് കളർ ഡ്രസ്സാണ്. അപ്പം മോൻ ബായൊക്കെ പറഞ്ഞ് ഓക്കെ. അങ്ങനെ എന്താക്കി വരുന്ന സമയത്ത് നമ്മൾ മുമ്പിലത്തെ മാങ്ങ വന്നിന്, അതെടുത്തിട്ട് വന്നു. പക്ഷെ ഇപ്പോൾ വേഗം ഞാൻ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ചപ്പാത്തിയും ചായയൊക്കെ ആയി. അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കല്ലേ, കമൻ്റൊക്കെ ചെയ്തേക്ക്. ഓക്കെ ബൈ ഗൈസ്.